ഹായ്, ഞാൻ ആദ്യമായിട്ടൊരു പരീക്ഷണം ചെയ്യാൻ പോവാണ്. നമ്മളിതുവരെ കൂണ് കൃഷി ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ എളുപ്പമുള്ളതാണ്, ചിലവ് കുറവാണ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ ചകിരിച്ചോറ് ഞാൻ ഈ വളമൊക്കെ വിൽക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ 4.5 കിലോയുടെ ഉണ്ട്. ഈ 4.5 കിലോയുടെ നമുക്കൊരു പകുതി ഒന്നും വേണ്ട, അതിൻ്റെ 4/1 ഭാഗം ഞാൻ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ചൊന്ന് മുക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലാണ് എടുക്കുന്നത്. ആ എടുക്കുന്ന പാത്രവും ഇടുന്ന സ്ഥലവും ഒക്കെ നല്ലപോലെ ഡെറ്റോളൊക്കെ ഒഴിച്ച് വൃത്തിയാക്കിയതായിരിക്കണം. പിന്നെ ഞാൻ ഈ മഷ്റൂം വാങ്ങിയത് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ഫാമിൽ നിന്നാണ്. ഇതിന് നമ്മൾ 600 ഗ്രാമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിനും 4 കവർ ഉൾപ്പെടെ, പിന്നെ കൊറിയർ ചാർജ് ഉൾപ്പെടെ എനിക്കായത് 150 രൂപയാണ്. ഇതിപ്പോൾ ഞാൻ ആ പാത്രമൊക്കെ ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി നല്ലപോലെ തുടച്ചെടുത്താണ്. ഈ ഒരു പാക്കറ്റിൽ ഒരു പകുതി ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ, സക്സസ് ആകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. പകുതി എടുത്തിട്ട് എയർ കയറാത്ത വിധം തന്നെ കെട്ടി അടച്ച് വെക്കുന്നുണ്ട്. അത് കേടായി പോകുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. എന്തായാലും അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പകുതി എടുത്തിട്ട് അതിൻ്റെ എല്ലാം വൃത്തിയാക്കി നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കവറ് കെട്ടാം. ഞാനും ഇതെല്ലാം കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇതുപോലെ എടുത്തിട്ട് ആ റബ്ബർ ബാൻഡ് വരെ ഞാൻ ഡെറ്റോൾ ഒഴിച്ച് വൃത്തിയാക്കി വെച്ചതാണ്. എടുത്തിട്ട് കെട്ടി എന്നിട്ട് അത് തിരിച്ചിട്ടിട്ടാണ് ബെഡ് തയ്യാറാക്കാൻ പോകുന്നത്. ചാനൽ തുടങ്ങിയത് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വെട്ടത്തിനും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഒരു ചെറിയ ഫോണിലാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ ഈ ചകിരിച്ചോറ് വെള്ളത്തിൽ നല്ലതായിട്ട് കൂത്ത് വെച്ച് നല്ല തിളച്ച വെള്ളത്തിലാണ് ഇട്ടത്. കൈ പൊള്ളാത്ത വിധം ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും ചെറിയ ചൂടോടെ ഇതുപോലെ നമ്മുടെ ആ തുണിയിലേക്ക്, ഒരു കോട്ടൺ തുണിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും വൃത്തിയുള്ള തുണിയിലേക്ക് മാറ്റിയിടുക. ഒരു പുട്ടൊക്കെ നനയ്ക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ആ വെള്ളം, ആ ഒരു ചകിരിച്ചോറ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ആ മഷ്റൂമിൻ്റെ ആ സീഡ്സ് അതിൻ്റെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ലെയർ ആക്കിയിട്ട് ബാക്കി ഞാനത് മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ എടുത്തിട്ടില്ല. ഇത് സക്സസ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുള്ളല്ലോ. ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ലെയർ ആക്കിയിട്ടുണ്ട്. അത് ഒന്നിട്ട് വേണ്ടി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ലെയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫുൾ ചകിരിച്ചോറ് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളായിരുന്നു. 4.5 കിലോ വാങ്ങിച്ചതിൽ ഒരു 4/1 ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ 4 കിലോയ്ക്ക് ഏകദേശം 250 രൂപയായി. ഒരു 50-55 രൂപയുടെ ചകിരിച്ചോറ് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. കൂണാണെന്ന് മഷ്റൂമിൻ്റെ സീഡ്സ് എന്ന് പറഞ്ഞാലും ഒരു 600 ഗ്രാമിൽ ഒരു 200 ഗ്രാമോളം നമ്മൾ 200 ഗ്രാം എടുത്തിട്ടില്ല, 200 ഗ്രാമിനടുത്തേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബെഡ് ഒരുക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു 80 അല്ലെങ്കിൽ 90 രൂപ ആയിട്ടേ ഉള്ളൂ. ലാസ്റ്റ് ബെഡ് ഒരുക്കിയിട്ട് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ആ സീഡ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മുറുക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു സൂചിയോ എന്തെങ്കിലും ഒരു സേഫ്റ്റി പിന്നോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ സൈഡിലെല്ലാം ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കണം. ആ കുത്തി കൊടുക്കാൻ എടുത്തേക്കുന്ന സൂചിയും സേഫ്റ്റി പിന്നും എല്ലാം ഞാൻ ഡെറ്റോളിൽ മുക്കിയിട്ട് നല്ലതായിട്ട് തുടച്ചെടുത്തതാണ്. നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുത്തിട്ട് ഞാനിതൊരു റൂമിൽ, ഇരുട്ട് റൂമിൽ ആണ് വെച്ചിരുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റോ വെള്ളം, ഹോളുള്ള ഏതെങ്കിലും ഒരു ബാസ്ക്കറ്റോ വെള്ളം എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് മണ്ടയ്ക്ക് തുണി ഇട്ടിട്ട് വേറെ ഒരു റൂമിൽ, നമ്മളൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന ഒരു റൂമുണ്ടല്ലോ, നല്ല ഇരുട്ട് മുറി, അവിടേക്കാണ് മാറ്റി വെക്കുന്നത്. നമ്മുടെ ബെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ് ഒരു 2 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് അറിയാൻ പറ്റും. ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ മാക്സിമം 2 വീക്സ്, 15, 16, 17 ദിവസം കൊണ്ട് കൂണ് വളർന്ന് വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഒരു ആഴ്ച കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം എങ്ങനെ ആകുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ ബാക്കി കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഷോർട്സ് ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടോ മഷ്റൂമിൻ്റെ സീഡ്സ് എവിടെ നിന്നാണ് വാങ്ങിയേ. ഞാനിത് വാങ്ങിച്ചത് ആലപ്പുഴയിൽ ഉള്ള ഒരു ഫാമിൽ നിന്നാണ്. ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയതാണ്. അതിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. സക്സസ് ആയി കിട്ടുവാണെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ സപ്പോർട്ട് കുറവാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ടാറ്റാ.